ഓൾ, അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. കമ്പനിയിൽ കണ്ടപോലെ എങ്ങനെയാണ് നമ്മളൊരു ബ്ലൈൻഡ് ബാഗ് മേക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ A to Z ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി വീഡിയോസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് തന്നെ A4 ഷീറ്റ് ഇതേമാതിരി ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള പിക്ചർ ഒന്ന് വരച്ചത്. നമ്മുടെ തീം എന്ന് പറയുന്നത് കുറോമിയാണ്. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു കുറോമിൻ്റെ പിക്ചറും അതുമാതിരി കുറോമിന്ന് ഹെഡിങ്ങും എഴുതി കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് പെൻസിൽ വെച്ചിട്ട്. എന്നിട്ട് അതൊരു CD മാർക്കർ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അതിനൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. കളർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് പേപ്പർ ഇതേമാതിരി മടക്കിയിട്ടാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പേപ്പർ നിവർത്തി വെച്ചിട്ട് നമ്മൾ പെയിന്റ് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തെ പേപ്പറിലേക്ക് അത് പകരില്ല. ഇപ്പോൾ അങ്ങനെ പകർന്നാലും പ്രശ്നമില്ല. അതിനുള്ള സൊല്യൂഷൻ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേമാതിരി തുറന്നു നോക്കുമ്പോൾ നമ്മുടെ പേപ്പറിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേമാതിരി സ്കെച്ചിന്റെ ബാക്കി അംശങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് ഫസ്റ്റ് ഇതേമാതിരി വേറൊരു A4 ഷീറ്റ് എടുത്തിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സൈഡുകളിലായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ആ സ്കെച്ച് പറഞ്ഞിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യാം നമുക്ക്. അതുമാതിരി തന്നെ നമ്മുടെ ബാഗിൻ്റെ കവറിന് ഒരിച്ചിരി കനം കൂടെ കിട്ടും. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പെൻസിൽ വെച്ചിട്ട് ഇതേമാതിരി 4 റൗണ്ട്സ് നമ്മൾ വരച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിനെ ബ്ലാക്ക് പെൻ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്കെച്ച് പെൻ വെച്ചിട്ട് അതിനൊന്ന് കളർ ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ കളർ ചെയ്ത് വെക്കുന്ന ഈ സംഭവം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണത്. അപ്പോൾ ഈ കളേഴ്സിന് തന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കളർ ഒന്ന് കോമൺ, പിന്നെ റെയർ, പിന്നെ എപ്പിക്, പിന്നെ ലെജൻഡറി. അങ്ങനെ അത് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പെൻ വെച്ചിട്ട് നമ്മൾ എഴുതി കൊടുക്കുകയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ കവറിൻ്റെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞു. എന്നിട്ട് വേറൊരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതേമാതിരി നടുക്കിൽ മടക്കി കൊടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് യു ഗോട്ടിന് ഫ്രണ്ടിലും എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ഏത് ടൈപ്പ് ഗിഫ്റ്റാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ പേപ്പറിലേക്ക് എഴുതി കൊടുക്കുക. അതേമാതിരി തന്നെ ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ആ കളറും കൂടെ അടിച്ചു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലെജൻഡറി ടൈപ്പ് ഗിഫ്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലെജൻഡറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്ക് കവറിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, ആ കളർ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ബ്ലൈൻഡ് ബാഗിൽ ഞാൻ എപ്പിക് ടൈപ്പ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എപ്പിക്ന്ന് എഴുതിയിട്ട് ഇതേമാതിരി റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ പിങ്ക് കളർ അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ കവറുമ്പോൾ കുറച്ചുകൂടി ഡിസൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഇങ്ങനെ റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് കട്ട് ചെയ്യാൻ ഒരു പോർഷൻ വേണമല്ലോ, അപ്പോൾ ആ കട്ട് ചെയ്യണതിന് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് സ്കെയിൽ വെച്ചിട്ട്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ക്ലിയർ ടാപ്പ് എടുത്തിട്ട് ഈ 3 എഡ്ജസിൽ 2 എഡ്ജസ് നമ്മൾ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന ടേപ്പുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ അകത്തേക്ക് ഇടാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു കുറോമീൻ്റെ പിക്ചർ ഒരു A4 ഷീറ്റിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലൈൻഡ് ബാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ നമുക്കൊരു സ്ക്വിഷി ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഞാനൊരു സ്ക്വിഷി ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സ്ക്വിഷി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർ ഇനി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പേപ്പറിലേക്ക് ഇതേമാതിരി ക്ലിയർ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതുമാതിരി തന്നെ ബാക്കിലേക്കും ഈ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്ക് സൈഡിലും നമ്മൾ സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ 2 ഷീറ്റ് പേപ്പറുകളും സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ടാപ്പ് ഒട്ടിക്കുമ്പോൾ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കരുത്. നമുക്ക് പഞ്ഞി കടത്തിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് പോർഷൻ മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കോട്ടൺ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പോർഷൻസും കൂടെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സ്ക്വിഷി അവിടെ റെഡി ആയി കിട്ടും. ഒന്ന് കവർ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു A4 ഷീറ്റ് ഇതേമാതിരി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ പൊതിയണ സാധനത്തിന് അളവുകളൊന്നുമില്ല, നമുക്ക് നമ്മുടെ സ്ക്വിഷി എടുക്കാൻ കിട്ടണം, അതുമാതിരി വെക്കാനും പറ്റണം. അങ്ങനെ ആ പേപ്പറിന് എക്സസൈറ്റ് നിൽക്കുന്ന പോർഷൻസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്ക്വിഷി അതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സീൽ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ എപ്പിക്കിൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കുറോമി സ്റ്റിക്കറാണ്. അതിന് വേണ്ടിയിട്ട് A4 ഇതേമാതിരി ഒരു കുറോമിൻ്റെ പിക്ചർ വരച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ശേഷം ഒരു ചാർട്ട് പേപ്പറുമേ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുള്ള പിക്ചർ ഒന്ന് അതിൻ്റെ മേലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറോമിൻ്റെ സ്റ്റിക്കർ ഇവിടെ റെഡിയാവും. എന്നിട്ട് അതിൻ്റെ ഭാഗത്തിനുള്ള ഒരു കവർ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ മേലെ ക്വസ്റ്റ്യൻ മാർക്ക് എഴുതി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ സ്റ്റിക്കർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഗ്ലൂ വെച്ചിട്ട് സീൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ഗിഫ്റ്റും റെഡി ആയി കിട്ടും. ഇനി മൂന്നാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കുറോമി സ്റ്റൈൽ കീ ചെയിൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ കുറോമിയുടെ പിക്ചർ ഒന്ന് പേപ്പറിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഒരു ഐവറി ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറോമിയുടെ പിക്ചർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു സെല്ലോ ടേപ്പ് അതിൻ്റെ മേലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് പോർഷൻ നമ്മൾ മാറ്റി വയ്ക്കണം. അതിപ്പോൾ നമ്മുടെ കീ ചെയിനൊരു ഹോൾ ഇടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വേണം.
അപ്പോൾ ഒരു പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് അതൊന്ന് ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കീ ചെയിൻ ഒന്ന് അതിൻ്റെ മേലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ബാഗ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ 3 ഗിഫ്റ്റുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ 3 ഗിഫ്റ്റും അതേമാതിരി യു ഗോട്ടിൻ്റെ ആ പേപ്പറും നമ്മൾ എടുത്തു വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ബ്ലൈൻഡ് ബാഗിന് കുറച്ചും കൂടി ഒരു ഗ്ലോസി ഫിനിഷ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഫ്രണ്ട് പേജുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കവർ ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരു വട്ടം നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവനായിട്ടും പോരും. അപ്പോൾ പതിയെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള കുറോമിൻ്റെ ബ്ലൈൻഡ് ബാഗിൻ്റെ കവർ റെഡിയാവും. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്കുഷീൻ്റെ ആ ബാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കീ ചെയിനാണ് വെച്ച് കൊടുക്കുന്നത്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിക്കർ വെച്ച് കൊടുക്കുന്നത്. ഏറ്റവും അവസാനം വെക്കണതാണ് നമ്മുടെ കാറ്റഗറി. എന്നാൽ നമുക്കത് ഫസ്റ്റ് കിട്ടും വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ഈ ബാഗിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. നമ്മുടെ കിഡിലൻ കുറോമി തീമിലുള്ള ബ്ലൈൻഡ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഇത് വർക്കിംഗ് ആണോ എന്നും കൂടെ അറിയണ്ടേ. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാതിരി ചാനലിലെ പുതിയ അപ്ഡേഷൻ കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക.